നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ യുഎഇയിലെ സ്കൂൾ ബസ്സുകളിൽ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ അധ്യയന വർഷത്തിനു മുന്നോടിയായി യുഎഇ സ്കൂൾ ബസ്സുകളിൽ ഓട്ടോമാറ്റിക് അഗ്നിശമന ഉപകരണങ്ങൾ നിർബന്ധമാക്കി. തീപിടുത്തമുണ്ടായാൽ സ്വയമേ തീ കെടുത്താൻ കഴിയുന്ന സംവിധാനമാണിത്. നിലവിൽ യുഎഇയിലെ 17,000 സ്കൂൾ ബസ്സുകളിൽ 2,500 എണ്ണത്തിൽ ഈ സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ട്. ദുബായ് വിമാനത്താവളത്തിലെ തിരക്ക് കുറക്കാൻ പുതിയ പദ്ധതി. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗതക്കുരുക്ക് കുറക്കുന്നതിനായി ഒരു പുതിയ വികസന പദ്ധതി പ്രഖ്യാപിച്ചു. ദുബായ് എയർപോർട്ട്സുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഈ പദ്ധതി ടെർമിനൽ 1ലേക്കുള്ള നിലവിലുള്ള 3 വരി പാലം 4 വരികളായി വികസിപ്പിക്കും. ഇതിനായി ഒരു പുതിയ പാലം നിർമ്മിക്കും. ഈ വികസനം പൂർത്തിയാകുന്നതോടെ പാതയുടെ ശേഷി 33% വർദ്ധിക്കുകയും മണിക്കൂറിൽ 4,200 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിച്ചിരുന്നിടത്ത് 5,600 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. സ്കൂൾ ബസ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാകുന്നു. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകൾ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ബസ്സുകളിൽ ട്രാക്കിംഗ് സംവിധാനങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ, അഗ്നിശമന ഉപകരണങ്ങൾ, പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ എന്നിവ സജ്ജീകരിക്കണം. പതിവ് അറ്റകുറ്റപ്പണികളും പരിശോധനകളും നടത്തേണ്ടത് നിർബന്ധമാണ്. യുഎഇയിൽ നബിദിനം 3 ദിവസം അവധിക്ക് സാധ്യത. യുഎഇയിൽ റബീഉൽ അവൽ മാസപ്പിറവി കാണാത്തതിനാൽ ഇസ്ലാമിക് കലണ്ടർ അനുസരിച്ച് 3-ാം മാസം ഓഗസ്റ്റ് 25-ന് ആരംഭിക്കുമെന്ന് യുഎഇയിലെ വാന നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതനുസരിച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം സെപ്റ്റംബർ 5-നായിരിക്കും. യുഎഇയിൽ സാധാരണയായി ശനി, ഞായർ ദിവസങ്ങളിലാണ് വാരാന്ത്യ അവധികൾ. അതിനാൽ നബിദിനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ അവധിക്ക് സാധ്യതയുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ